ബിരിയാണി ഞാൻ ഒന്ന് സാമ്പിൾ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് അപ്പൊ ഞാനിത് കൊണ്ടുവന്നപ്പോ ഇത് തൊലിച്ചുമ്പോ ചോർന്നല്ല കേട്ടോ, ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പൊ ഞാനിത് തൊലിച്ചൊക്കെ കഴിഞ്ഞു, കൊത്തി നോക്കി പകുതി ആയപ്പോഴാണ് ഓർമ്മയായത് കപ്പ ബിരിയാണിന്റെ പരിപാടിയാണ്. എത്രയും ഇറച്ചി ഈ ഒരു പാത്രം ഫുള്ള് ഇറച്ചിയാണ്. അപ്പൊ ഈ കപ്പ ബിരിയാണി എനിക്ക് ആദ്യം ഓർമ്മയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനിത് തൊലിച്ചതിന്റെ മുമ്പ് കപ്പയൊക്കെ ഒന്ന് കാണിച്ചിരുന്നു. വലിയ കപ്പയുണ്ടോ, കപ്പ. അപ്പൊ ഇങ്ങനെ കൊത്തി നോക്കിയിട്ടാണ് നമ്മള്. അപ്പൊ ഈ ഇറച്ചി എന്ന് പറഞ്ഞാല് കപ്പക്കൂട്ടി ഇറച്ചി ഒക്കെ പാടാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയാല് വേഗമാവും. എല്ലാരും ബിരിയാണിയാണ്. അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ അങ്ങനെ നോക്കിയിട്ട് നല്ല കപ്പയാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാന്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ? നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ കൊത്തി നോക്കിയിട്ട് ഉണ്ടാക്കാൻ. പക്ഷെ എനിക്ക് ആദ്യം ഇതിന്റെ ഈ വീഡിയോന്റെ ഓർമ്മയില്ല എടുക്കണമെന്ന്, പിന്നെയാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. അപ്പൊ ഞാനിവിടെ ഇരുന്നാണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു. ആദ്യം നമ്മൾ ഐഡിയ വേറെ ആയിരുന്നു, വീഡിയോ എടുക്കേണ്ട ഒരു ചിന്താഗതിയൊന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാക്കണം. ഒരു കപ്പ ബിരിയാണി, കുടിലം ബിരിയാണി നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 കിലോ ഇറച്ചിയുണ്ട്. പക്ഷേ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കൊത്ത് കഴിഞ്ഞു കേട്ടോ. അത് തിന്നോട്ടെ, നമുക്ക് രസം. അപ്പൊ ഗൈസ്, പഴയ കാലത്ത് ഈ പൂളന്റെ തോലുകൊണ്ടൊക്കെ പരിപാടി ഉണ്ട്. ഇതൊക്കെ വറുത്ത് തിന്നാൻ പറ്റും, എന്തോ ഒരു പരിപാടി ഇല്ല. അപ്പൊ നമ്മളെ പരിപാടി ഇത് കൊത്തി നോക്കി കഴിഞ്ഞു. കെടുകള് ഇറച്ചിയായിട്ട് ഒരു വെക്കണം. ഇറച്ചി ഒന്ന് വേവിച്ചണം. അതുപോലെ ഇതാണ് കപ്പ. ഇനി കഴുകിയിട്ട് വെക്കാം. ഈ പാത്രം പോകണ്ട ഞാൻ ശരിയാണ്. അപ്പൊ ഈ കപ്പ കൊണ്ടാണ് ഈ മാവ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോ മാവുമായിട്ട് വെള്ളം വരുന്നേ. കപ്പക്കൂട്ടൊക്കെ ഉണ്ടാക്കൂലേ? അപ്പൊ നല്ല കളർ വരുന്നുണ്ട്. അടിയിൽ കല്ലുണ്ടാവുന്ന പറഞ്ഞേ. ഓ, അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളെ കപ്പ ബിരിയാണി റെഡി. അടിപൊളിയാക്കണം. നമ്മളെ കപ്പ ബിരിയാണി റെഡി. ഇഷ്ടം പോലെ കപ്പ ബിരിയാണി ഞാൻ ഒന്ന് സാമ്പിൾ നോക്കാം. ഓ, അടിപൊളി. അപ്പൊ അടിപൊളിയായിട്ട് ഇറച്ചിയൊക്കത്തിനുള്ളിലാണ്. ഇറച്ചിയാണ് കൂടുതൽ, പക്ഷെ നമ്മൾ കുറച്ചെടുക്കും. എനിക്ക് പൂള ചൂട് അടിപൊളിയായിട്ട്. കുട്ടികൾ വരിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്ര തിന്നിട്ട് നിർത്താം കേട്ടോ. ഇനി കുട്ടികൾ വരിക്കാം. അടിപൊളി മസാല. അപ്പൊ ഇതാണ് നമ്മളെ കപ്പ ബിരിയാണി. വേണ്ടിയുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. കപ്പ ബിരിയാണി ഞങ്ങൾ എത്തിക്കാം. വീഡിയോയുമായി വരുമ്പോൾ ബൈ ബൈ.